കുടിയേറ്റക്കാരുടെ ക്ഷേമത്തിനായി നിയമനിർമ്മാണം നടത്താൻ കേന്ദ്ര സർക്കാർ 1980 എമിഗ്രേഷൻ നിയമത്തിന് പകരമായിട്ടാണ് പുതിയ ബിൽ. ശശി തരൂർ MP നേതൃത്വം നൽകുന്ന വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്? ഉന്മേഷ്, കുടിയേറ്റക്കാരുടെ ക്ഷേമത്തിനായി നിയമനിർമ്മാണം പുതിയ ഒരു നിയമം നിർമ്മിക്കുന്ന കാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലുള്ളത്. പ്രധാനമായും കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന്, ഒപ്പം തന്നെ അവരുടെ സുരക്ഷിതത്വം, വിദേശ രാജ്യങ്ങളിൽ കുടിയേറിയ വിദേശ രാജ്യങ്ങളിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും, അവർക്ക് ഇത്തരത്തിൽ തൊഴിൽ തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണെങ്കിൽ അതിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുന്നതിനും അവരെ തിരിച്ചെത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ, അതിൽ ഇന്ത്യൻ എംബസികളുടെ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശയിൽ വ്യക്തമാക്കുന്നത്. 1983 എമിഗ്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പുതിയ നിയമം കൊണ്ടുവരുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിൽ നിലവിലുള്ളത്. അത് നിലവിൽ ആ പുതിയ ബില്ലിന് നൽകിയിരിക്കുന്ന പേര് എന്നുള്ളത് ഓവർസീസ് മൊബിലിറ്റി ഫെസിലിറ്റേഷൻ ആൻഡ് വെൽഫെയർ ബിൽ 2024 എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പ്രധാനമായും US നിന്നും അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ബില്ലിന് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ.